ഈ ചലച്ചിത്ര നടൻ ദുൽഖർ സൽമാന്റെ വീട്ടില് റെയ്ഡ് നടന്നിരിക്കുന്നു. എന്താണ്? ചിലപ്പോൾ വല്ല കള്ളപ്പണമാണോ അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളെ നേരിടുകയാണോ? കള്ളപ്പണമൊന്നുമല്ല സാർ. അല്ല, ഇത് ആഡംബര കാറുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള റെയ്ഡാണ്. നമ്മുടെ കസ്റ്റംസും റവന്യൂ ഇന്റലിജൻസും ചേർന്ന് നടത്തുന്ന റെയ്ഡാണ്. അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടി. ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് കാറുകൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത് കടത്തിക്കൊണ്ടുവന്നിട്ട് ഈ അതിർത്തി കടത്തിക്കൊണ്ടുവന്ന് രഹസ്യമായിട്ട് കൊണ്ടുവന്ന് ഈ UP, ബീഹാർ തുടങ്ങിയ അതിർത്തി സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ, നേപ്പാളിൻ്റെയും ഒക്കെ ആയിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ്. അവിടെയൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് അത് വിൽക്കുന്നു. അങ്ങനെ ആഡംബര കാറുകൾ 198 എണ്ണം കേരളത്തിൽ വിറ്റിട്ടുണ്ട് എന്നാണ് കസ്റ്റംസിനും റവന്യൂ ഇന്റലിജൻസിനും കിട്ടിയിരിക്കുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പരിശോധന നടത്തുന്നത്. പരിശോധന പ്രധാനമായിട്ടും സിനിമാ താരങ്ങള്, വൻ വ്യവസായികള്, കാർ ഡീലർമാര്, കാർ ഷോറൂമുകൾ, ഇതൊക്കെ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തുന്നത്. ശരിക്കും സ്വാഭാവികമായ ഒരു പരിശോധനയാണ്. പക്ഷെ അതിപ്പോ വലിയ രീതിയിൽ ജനശ്രദ്ധ നേടിയത് ഈ ദുൽഖർ സൽമാൻ, അതുപോലെ തന്നെ പൃഥ്വിരാജ് തുടങ്ങിയവരുടെ വീടുകളും മറ്റുമൊക്കെ അവർ പരിശോധിച്ചത് കൊണ്ടാണ്. അതാണിത് വളരെ പെട്ടെന്ന് വാർത്തയാകാനും വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടാനും ഒക്കെ കാരണം. നമുക്കറിയാം, സിനിമാ താരങ്ങളൊക്കെ അവർക്ക് കിട്ടുന്ന പ്രതിഫലം ഈ രീതിയിൽ പലപ്പോഴും കാറുകളൊക്കെ, വലിയ ആഡംബര കാറുകൾ വാങ്ങിക്കൂട്ടുന്നത് നമുക്കറിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ സിനിമാ താരങ്ങളിൽ പലരും ഈ പുറത്ത് ടാക്സ് കുറവുള്ള ചില സ്ഥലങ്ങളിൽ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലൊക്കെ രജിസ്റ്റർ ചെയ്യാറുണ്ട് ഈ കാറ്. നമുക്കറിയാം, സുരേഷ് ഗോപിയൊക്കെ അങ്ങനത്തെ ചില കുഴപ്പങ്ങളിൽ മുമ്പ് പെട്ടതാണ്. പോണ്ടിച്ചേരിയിൽ രജിസ്റ്റർ ചെയ്ത് അദ്ദേഹത്തിനെതിരെ ഒരു കേസും ഉണ്ടായി. അദ്ദേഹം ഇപ്പം കേന്ദ്ര സഹമന്ത്രിയാണ്. അതിനെ സംബന്ധിച്ച് വലിയ വിവാദങ്ങളൊക്കെ ഉയർന്നതാണ്. ഇതെല്ലാവരും ചെയ്യുന്നതാണ്, വലിയ വ്യവസായികൾ ഉൾപ്പെടെ ചെയ്യുന്നതാണ്. പോണ്ടിച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് കാർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അവിടെ ഒരു ലോബി തന്നെയുണ്ട്, ഒരു റാക്കറ്റ് തന്നെയുണ്ട്. ഈ കള്ള അഡ്രസ്സ്, വ്യാജ അഡ്രസ്സ് വെച്ചുകൊണ്ട് പോണ്ടിച്ചേരിയിൽ ഇത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. അവിടെ വാടകയ്ക്ക് താമസിച്ചു എന്ന് വ്യാജ രേഖകളൊക്കെ ഉണ്ടാക്കി ചെയ്തു കൊടുക്കുന്ന അങ്ങനത്തെ ഒരു ലോബി അവിടെ പ്രവർത്തിക്കുന്നുണ്ട് പോണ്ടിച്ചേരിയിൽ. ഇവിടെ ഇപ്പോൾ അതല്ല. ഈ 198 വാഹനങ്ങൾ, ഇങ്ങനെ ആഡംബര കാറുകൾ, അതൊക്കെ ഏറ്റവും, നമ്മൾ പേരുകൾ പറഞ്ഞാൽ അവസാനിക്കില്ല, ഏറ്റവും പുതിയ ആഡംബര കാറുകൾ, എല്ലാ കമ്പനികളുടെയും കാറുകളുണ്ട്. ആ കാറുകളാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ദുൽഖർ സൽമാന്റെ വീട് പരിശോധിച്ചപ്പോൾ അവർക്ക് 2 കാറുകൾ അങ്ങനെ കിട്ടി. അതിന്റെ രേഖകൾ ഹാജരാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഈ പൃഥ്വിരാജിന്റെ വീട്ടിൽ നിന്ന്, തിരുവനന്തപുരത്തുള്ള വീട്ടിൽ നിന്ന് കാറുകളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ കൊച്ചിയിലെ വീട്ടിൽ നിന്ന്, തേവരയിലെ ഫ്ലാറ്റിൽ നിന്ന് ഒരു കാറ് അവർ കണ്ടെടുത്തിട്ടുണ്ട്. അതിന്റെ രേഖകൾ ഹാജരാക്കാൻ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ഇത് മാത്രമല്ല, ദുൽഖർ സൽമാന്റെ അച്ഛൻ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗറിൽ ഒരു പഴയ വീടുണ്ട് അദ്ദേഹത്തിന്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഗോഡൌൺ ഉണ്ട്, ഒരു വലിയ കെട്ടിടം. അതിന്റെ താഴത്തെ നിലയിൽ ഏതാണ്ട് 20ഓളം പഴയ കാറുകളുണ്ട്, ആഡംബര കാറുകൾ. അത് ഉപയോഗിച്ചതിന് ശേഷം അത് ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടിൽ അവിടെ ഇട്ടിരിക്കുകയാണ്. അത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അത് ഒരു പുരാവസ്തു പോലെ അങ്ങനെ വെച്ചിരിക്കുക, ആർക്കൈവ്സ് ആണെന്ന് പറയാം. ഇപ്പൊ അതിനെ സംബന്ധിച്ച് അത് പലതും കർണാടകയിലും പഞ്ചാബിലും ഒക്കെ രജിസ്റ്റർ ചെയ്തതാണ്. അതുകൊണ്ട് അതിന്റെ രേഖകൾ ഹാജരാക്കാൻ ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, കസ്റ്റംസ്, റവന്യൂ ഇന്റലിജൻസ്. ഇത് കേരളത്തിലെ 5 ജില്ലകളിലാണ് ഈ പരിശോധന നടക്കുന്നത്. കൊച്ചി, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, മലപ്പുറം തുടങ്ങി 5 ജില്ലകളിലാണ് ഈ പരിശോധന നടക്കുന്നത്. മറ്റേതെങ്കിലും ജില്ലകളിൽ നിലവിൽ പരിശോധന നടക്കുന്നുണ്ടോ എന്നുള്ള വിവരം നമുക്ക് അറിയില്ല. അത്തരം വാർത്തകളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഈ 150ലേറെ SUV ഇതുപോലെ കേരളത്തിലേക്ക് കൊണ്ടുവന്നതായിട്ടൊരു വിവരമുണ്ട്. ഇതൊക്കെ മാധ്യമങ്ങളിൽ കൂടെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ കസ്റ്റംസ് ആൻഡ് റവന്യൂ ഇന്റലിജൻസ് വൈകിട്ട് 6 മണിക്കോ 6:30ക്കോ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട് കൊച്ചിയിൽ. അപ്പോൾ ഇതിന്റെ റെയ്ഡിന്റെ വിശദാംശങ്ങൾ ഞങ്ങൾ വെളിപ്പെടുത്താം എന്നാണ് അവർ പറയുന്നത്. ഈ ദുൽഖർ സൽമാന്റെ വീട്ടിൽ നിന്ന് 2 വാഹനങ്ങളാണ് കണ്ടെടുത്തിട്ടുള്ളത്. അതിന്റെ രേഖകൾ ഹാജരാക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനകത്ത് മറ്റൊരു വിഷയമുള്ളത് എന്താണെന്ന് വെച്ചാൽ, സൈന്യം ഉപേക്ഷിച്ച ചില വാഹനങ്ങളുണ്ട്. അതും ഇത്തരത്തിൽ ഇങ്ങനെ അതിർത്തിയിൽ കടന്ന് നമ്മുടെ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ ഉത്തർപ്രദേശിലും മറ്റുമൊക്കെ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് കൂടുതൽ ആഴങ്ങളിൽ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു എന്നാണ് കസ്റ്റംസും റവന്യൂ ഇന്റലിജൻസും പറയുന്നത്. ഇത് അവരുടെ കയ്യിൽ നിൽക്കില്ല.
കൂടുതൽ വിശദമായിട്ട് അന്വേഷിക്കണം. കാരണം ഈ സൈന്യം ഉപേക്ഷിച്ച വാഹനങ്ങൾ, ഉപയോഗിച്ചതിന് ശേഷം ഉപേക്ഷിച്ച വാഹനങ്ങൾ ഇങ്ങനെ വാങ്ങുന്നത് എന്തിനാണ്? ഒരു ഭ്രമത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു സൈനിക വാഹനം സൈന്യം ഉപയോഗിച്ചതിന് ശേഷം കളഞ്ഞ വാഹനം ഞാൻ ലേലത്തിലെടുത്ത് ഉപയോഗിക്കുന്നു. അങ്ങനെ ചിലർക്ക് അതൊരു അഭിമാന കാര്യമാണല്ലോ, ഒരു അഭിമാനം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെയാണോ? അത്തരം ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അന്വേഷിക്കണം എന്നാണ് ഇവർ പറയുന്നത്. ഇതിനകത്ത് രസകരമായ മറ്റൊരു കാര്യം, നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് ഈ കാര്യം അറിഞ്ഞിട്ടേ ഇല്ല. അവര് ഈ റെയ്ഡ് ഇങ്ങനെ നടക്കുന്നതായിട്ടോ നിങ്ങളുടെ സഹായം വേണമെന്നോ ഒന്നും അവരെ അറിയിച്ചിട്ടില്ല. കാരണം മോട്ടോർ വാഹന വകുപ്പ് നമുക്കറിയാം വലിയ രീതിയിൽ അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന ഒരു വിഭാഗമാണ്. അവരെക്കുറിച്ച് വലിയ പരാതികളുണ്ട്. മുമ്പും നമുക്കറിയാം പലപ്പോഴും ഈ പോണ്ടിച്ചേരിയിലടക്കം രജിസ്റ്റർ ചെയ്ത കാറുകൾ ഇവിടെ കൊണ്ടുവന്ന് ഉപയോഗിക്കുന്ന കാര്യത്തിൽ വ്യവസായികളും താരങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നതിനെതിരെ വലിയ രീതിയിൽ മുമ്പും വാർത്തകൾ വന്നിട്ടുള്ളതാണ്. അന്നും മോട്ടോർ വാഹന വകുപ്പിന് നേരെ വലിയ രീതിയിൽ ആക്ഷേപം ഉയർന്നു. അവസാനം അവർ നടപടിയെടുക്കാൻ നിർബന്ധിതരായി. ഇവർക്കൊക്കെ നോട്ടീസ് കൊടുത്തു, ഫൈൻ അടയ്ക്കാൻ പറഞ്ഞു. ഇത് ഫൈൻ അടച്ചാൽ തീരുന്നൊരു കുറ്റമാണ്. പക്ഷേ ഇതിപ്പോ നമുക്കുണ്ടായിരിക്കുന്ന പ്രശ്നം, ഈ ഭൂട്ടാനിൽ നിന്ന് കാറുകൾ ഇന്ത്യയിലേക്ക് എങ്ങനെ എത്തി, എങ്ങനെ ഇത് അതിർത്തി കടന്നു വന്നു, ഇതിന്റെ പുറകിൽ മറ്റേതെങ്കിലും ഈ കള്ളപ്പണം വെളുപ്പിക്കലോ ഹവാല ഇടപാടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആ രീതിയിൽ കാറുകൾ കേരളത്തിൽ കൊണ്ടുവന്നതിന് ശേഷം ഇവർ വാങ്ങിയതാകാനാണ് സാധ്യത, ഈ താരങ്ങളും വലിയ വ്യവസായികളും ഒക്കെ. അപ്പോൾ അങ്ങനെയെങ്കിൽ അത്തരം ഒരു ലോബി ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ ആഘാതം. കാരണം സർക്കാരിന് കിട്ടേണ്ട നികുതിയാണ്. അത് പ്രത്യേകിച്ചും വെളിയിൽ നിന്ന് വലിയ ഈ ആഡംബര കാറുകൾ, നമുക്കറിയാം കോടികളാണ് വില. ഈ കോടികൾ വിലയുള്ള ആഡംബര കാറുകൾക്ക് ലക്ഷങ്ങൾ നികുതി കൊടുക്കണം. അങ്ങനെ ലക്ഷങ്ങൾ സർക്കാരിന് നഷ്ടം വരുത്തുന്നു. സാർ ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു 198 വാഹനങ്ങൾ ഇത്തരത്തിൽ കേരളത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ഒരു കാറിന് മിനിമം 1 ലക്ഷം രൂപയുടെ നികുതി ഉണ്ടെന്നിരിക്കട്ടെ, 1 ലക്ഷം അല്ല, ആഡംബര കാറുകൾക്ക് നികുതി വളരെ കൂടുതലാണ്. എന്നാലും ഞാനൊരു കണക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം. 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 198 ലക്ഷം രൂപ പോയില്ലേ സർക്കാരിന്? എത്ര കോടി? ഏതാണ്ട് 2 കോടിക്കടുത്ത് ആയില്ലേ? അപ്പൊ 2 കോടിക്ക് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ 2 കോടിയൊന്നുമല്ല, ഇതിപ്പോ വളരെ കൂടുതലാണ്. അപ്പൊ ഇത്തരത്തിൽ ഈ വലിയ രീതിയിൽ സർക്കാരിനെ കബളിപ്പിച്ചുകൊണ്ട്, ഇതിപ്പോ ഒരാൾ മാത്രമല്ലേ പറഞ്ഞത്? ഒരാൾ മാത്രമല്ല, ഇതുപോലെ നിരവധി വ്യവസായ പ്രമുഖന്മാരും ഒക്കെ ആഡംബരക്കാർ, ഇപ്പൊ അവരുടെയൊക്കെ പേര് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പൊ അതിലേക്ക് പോകുന്നില്ല, കാരണം ഇതിന്റെ സത്യാവസ്ഥ കൂടുതൽ പുറത്തു വരേണ്ടതുണ്ട്. ഇവരൊക്കെ വാസ്തവത്തിൽ ഈ പറഞ്ഞതുപോലെ കുറഞ്ഞ നികുതി അടച്ച് കാറ് കിട്ടുമെന്ന് കണ്ടപ്പോൾ പോയി വാങ്ങിയതായിരിക്കാം. അല്ലാതെ ചില ഈ ഡീലർമാര് തന്നെ ഇത്തരത്തിൽ ചെയ്യുന്നവരുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. കാർ ഡീലർമാര്, ഷോറൂമുകൾ ഇത്തരത്തിൽ, നമ്മളൊക്കെ വണ്ടി എടുക്കാൻ പോകുമ്പോൾ എങ്ങനെയാണ്, ഷോറൂമിൽ നിന്ന് തന്നെ നികുതി അടച്ച് തരാനാണ് ആവശ്യപ്പെടുക, അല്ലെ? നമ്പർ പ്ലേറ്റ് അടക്കം എല്ലാം റെഡിയാക്കി നിങ്ങൾ വണ്ടി വീട്ടിലേക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പര്യാപ്തമായ രീതിയിൽ തരണം എന്ന് ആവശ്യപ്പെടുന്നവരുണ്ട്. ചിലരങ്ങനെയല്ല, താൽക്കാലിക രജിസ്ട്രേഷനോടുകൂടി കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രജിസ്റ്റർ ചെയ്ത് നമ്പർ വാങ്ങിക്കും. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. ഈ ചെയ്ത് പരിചയമുള്ളവർ അതൊക്കെ ചെയ്യും. അത്ര പരിചയമില്ലാത്ത ആൾക്കാർ അവരോട് പറയും, നിങ്ങൾ രജിസ്ട്രേഷൻ അടക്കം എത്ര രൂപയാവും, ഞാൻ അതങ്ങ് തന്നേക്കാം, എനിക്കിതിന്റെ പുറകെ നടക്കാൻ സമയമില്ല, നിങ്ങൾ തന്നെ അതൊക്കെ ചെയ്തതാ. അപ്പോൾ കാർ ഡീലർമാരും ഷോറൂമിലുള്ളവരും ഒക്കെ തന്നെ ചിലപ്പോൾ അത് ചെയ്തു കൊടുക്കും. അപ്പോൾ ഇതെല്ലാം വാസ്തവത്തിൽ ഇതിന്റെ പുറകിൽ ഒരു വലിയ റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കസ്റ്റംസും റവന്യൂ ഇന്റലിജൻസും പറയുമ്പോൾ നമുക്കത് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം 1, 2, 10 കാറൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇതിപ്പോൾ 198 കാറുകളാണ്, ആഡംബര വാഹനങ്ങളാണ് ഇത്തരത്തിൽ വന്നിരിക്കുന്നത്. അതിൽ 150-ലേറെ SUV ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് ഈ 198-ൽ നിൽക്കുമോ എന്നാണ് എൻ്റെ സംശയം. കാരണം നമ്മുടെ നിരത്തുകളിൽ ഓടുന്ന ആഡംബര കാറുകൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, അല്ലെ? ഏറ്റവും പുതിയ എല്ലാ കമ്പനികളുടെയും ഏറ്റവും പുതിയ കാറുകൾ കേരളത്തിൽ വന്നാൽ കാണാം. നമ്മളൊരു പക്ഷേ ബോംബെയിലോ ചെന്നൈയിലോ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഡൽഹിയിലോ ഹൈദരാബാദിലോ ഒക്കെ കാണുന്ന കാഴ്ച കൊച്ചു കേരളത്തിന്റെ നഗരങ്ങളിൽ നമുക്ക് കാണാം. തിരുവനന്തപുരത്ത് കാണാം, കൊച്ചിയിൽ കാണാം, കോഴിക്കോട് കാണാം, കൊല്ലത്ത് കാണാം, തൃശ്ശൂർ കാണാം. അങ്ങനെ ഇപ്പൊ തന്നെ വലിയ വ്യവസായ പ്രമുഖന്മാര്, നമ്മളിവിടുത്തെ, ഞാൻ ആൾക്കാരുടെ പേരുകൾ പറയുന്നില്ല, ജുവലറി നടത്തുന്നവർ, മറ്റു പല വ്യവസായങ്ങളും നടത്തുന്നവർ, അവർക്കെല്ലാം വളരെ വില കൂടിയ ആഡംബര കാറുകളുണ്ട്. അപ്പൊ ഈ ആഡംബര കാറുകളെല്ലാം പ്രോപ്പറായിട്ട് നികുതി അടച്ച് തന്നെയാണോ ഇവർ ഉപയോഗിക്കുന്നത്? അതോ
ഈ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് കബളിപ്പിക്കൽ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഇതൊക്കെ അന്വേഷണ ആക്കേണ്ടതുണ്ട്. അതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് പൃഥ്വിരാജിനെ വേട്ടയാടുന്നു, പൃഥ്വിരാജ് പിന്നെ BJPക്ക് എതിരാണ്, അതുകൊണ്ട് പൃഥ്വിരാജിനെ വേട്ടയാടുന്നു, ദുൽഖർ സൽമാനെ മമ്മൂട്ടിയുടെ മകനായതുകൊണ്ട് വേട്ടയാടുന്നു, ന്യൂനപക്ഷമായതുകൊണ്ട് വേട്ടയാടുന്നു എന്നൊക്കെയുള്ള നെറേറ്റീവ്സ് ഇപ്പം വരും. അത്തരം ആഖ്യാനങ്ങളൊക്കെ വരും. പക്ഷെ അതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. കുറ്റം ആര് ചെയ്താലും അത് കുറ്റം തന്നെ. അതിന് കൃത്യമായ നടപടി ഉണ്ടായിരിക്കും. അവർക്ക് ഫൈൻ കിട്ടും, കൃത്യമായിട്ട് അതിന്റെ ഫൈൻ അടയ്ക്കേണ്ടി വരും. മറ്റേതെങ്കിലും തരത്തിലുള്ള ശിക്ഷ ഇതിനുണ്ടാകുമോ എന്ന് എനിക്ക് അറിയില്ല. അതിനൊക്കെ ഉത്തരം പറയേണ്ടത് നിയമവിദഗ്ധരാണ്. എന്തായാലും കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിന് ഇപ്പൊ അവരുടെ ശബ്ദം പോലും കേൾക്കാനില്ല. അവരാരും ഇത് അറിഞ്ഞിട്ടുമില്ല, അവരെ അറിയിച്ചിട്ടുമില്ല. വളരെ ഭംഗിയായിട്ട് കസ്റ്റംസും റവന്യൂ ഇന്റലിജൻസും ചേർന്ന് ഈ 5 ജില്ലകളിൽ പരിശോധന പുരോഗമിക്കുകയാണ്. ഇതുവരെ അവസാനിച്ചിട്ടില്ല. വൈകിട്ട് 6 മണിക്ക് ശേഷം കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.